അങ്ങനെ സീസൺ 6ന്റെ മറ്റൊരു നാഴികക്കല്ലായി മാറിയ ഒരു എപ്പിസോഡാണ്. ട്വിസ്റ്റുകളും ടേൺസും ഒക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. കഥ മാറി, കളിയും മാറും. ഗബ്രി എവിക്റ്റഡായി പൊട്ടിക്കരച്ചിലുമായിട്ടാണ് ജാസ്മിൻ നിൽക്കുന്നത്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അലറി പൊട്ടിക്കരഞ്ഞുണ്ട്. അവരുടെ വീഡിയോസൊക്കെ കാണിച്ചു കൊടുക്കുമ്പം ശരിക്കും നമ്മൾ ഈ 60 ദിവസം അല്ലെങ്കിൽ ഈ പറയുന്ന 56 ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കണ്ടന്റ് ഗബ്രി ജാസ്മിൻ, അത് പോസിറ്റീവോ നെഗറ്റീവോ എന്തോ ആവട്ടെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ, ഈ ഓരോ എവിക്ഷൻ, ഈ എവിക്ഷൻ എന്നല്ല, ഓരോ ഈച്ച് ആൻഡ് എവരി എവിക്ഷൻ ബിഗ് ബോസിൽ നടക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമാണ്. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഓരോ എവിക്ഷൻ നടക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു സംഭവമുണ്ട്, ഇവരില്ലാതെ അടുത്ത വീക്ക് എങ്ങനെയായിരിക്കും എന്ന്. ഓരോ എവിക്ഷൻ നടക്കുമ്പോൾ ഞാൻ ചിന്തിക്കും. ജാൻമണി എവിക്റ്റ് ആയ ഒരു ടൈമായിരുന്നു ഇത്തവണ എനിക്ക് ഏറ്റവും ഒരു വിഷമം തോന്നിയത്. കാരണം അവരുടെ ഗെയിമല്ല, ഒരു മനുഷ്യൻ എന്നുള്ള ലെവയ്ക്ക് അവരുടെ ഒരു ഇമോഷനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അന്നേരം വിഷമം തോന്നി ജാൻമണി എവിക്റ്റ്. കാരണം ജാൻമണി കരഞ്ഞ് വിളിച്ച് ആ ഒരു ഇത് വിഷമം തോന്നി. അതേ ഇതായിരുന്നു ഇന്ന് ഗബ്രിയും ജാസ്മിനും. ഈ പറയുന്ന കണക്ക് ഗബ്രി എവിക്റ്റ് ആയപ്പോഴും ആ പറയുന്ന ഒരു വിഷമം ഫീലാണ്. ഈ പറയുന്ന അവരുടെ ഗെയിമിന് ഞാൻ എതിരാണ്, അല്ലെങ്കിൽ അവരുടെ ഗെയിം പുറത്ത് നെഗറ്റിവിറ്റിയാണ്, ഓക്കെ. പക്ഷെ അവർ എവിക്റ്റ് ആവുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ആ ഒരു ടൈമിൽ. അത് കണ്ടുകൊണ്ടിരുന്ന ആ ജാസ്മിൻ്റെ ആ ഒരു ഇമോഷനൊക്കെ അത് കറക്റ്റ് ഉണ്ടായിരുന്നു. ഗബ്രി പക്ഷേ കൂളായിട്ട് നിന്നു. അത് ഇവർക്ക് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്തോരം ഇമ്പോർട്ടൻസ് ആണ് ജാസ്മിനായാലും ഗബ്രിക്കായാലും ഒക്കെ കൊടുത്തത്. കാരണം ഈ പറയുന്ന 56 ദിവസം ഷോയെ കോൺട്രവേഴ്സിയാക്കി മാറ്റി. ഇവരുടെ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഇവരുടെ ഈ പറയുന്ന ലവ് ആംഗിൾ പോലെയുള്ള ഇവരുടെ ഗെയിം, പുറത്ത് വന്ന നെഗറ്റിവിറ്റി എന്തോ ആയിക്കോട്ടെ, ഈ ഷോ ഇത്രത്തോളം കോൺട്രവേഴ്സി പോസിറ്റീവ് കേസിലോ നെഗറ്റീവ് കേസിലോ ആയിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ ഗബ്രി ഇഷ്യൂവിലാണ്. ഈ പറയുന്ന ജാസ്മിൻ ഗബ്രി ഇഷ്യൂ ഇത്രത്തോളം പുറത്ത് വലിയ പ്രശ്നങ്ങളായി. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് ഇന്നത്തെ എപ്പിസോഡിൽ കൊടുത്തത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, പ്രധാനപ്പെട്ട സംഭവങ്ങൾ ചോദിച്ചു, ഒന്നിനും ക്ലാരിറ്റി ഇല്ല, അതൊക്കെ പഴയതുപോലെ തന്നെ. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ഇന്നത്തെ ടൈം പോയത് എവിക്ഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ഇരിക്കുക, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ജാസ്മിനെയും ഗബ്രിയെയും ആക്ടിവിറ്റി ഏരിയയിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് പറഞ്ഞ് നിങ്ങൾ കേട്ടായിരുന്നു, നിങ്ങളുടെ നല്ല നിമിഷങ്ങൾ, ഈ കഴിഞ്ഞു പോയ നിങ്ങളുടെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ നല്ല നിമിഷങ്ങൾ എടുത്തെടുത്ത്. കാരണം ബിഗ് ബോസിന് അറിയാം, ഈ കഴിഞ്ഞ 56 ദിവസം നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഈ വീട്ടിനകത്തുള്ളവരും പുറത്തുള്ളവരും എപ്പിസോഡിൻ്റെ 3/4 മണിക്കൂറും ലൈവിൻ്റെ 12 മണിക്കൂറും ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നവരാ. അത് ഞാൻ ഇപ്പോൾ കുറേ എണ്ണം ചാടി വരും അന്തങ്ങൾ. ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ ഗബ്രി, ഞാൻ സപ്പോർട്ടല്ല പറയണത്. നിങ്ങളെല്ലാവരും ഇപ്പം നിങ്ങൾക്ക് ഗബ്രി ജാസ്മിനെ ഇഷ്ടമല്ല, നിങ്ങൾ വരുമ്പോൾ എന്താ കമൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അയ്യോ ലൈവ് കണ്ട് സഹിക്കാൻ വയ്യേ, ഇവർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ഇത് കണ്ട് വയ്യ. ഇതല്ലേ ഈ കഴിഞ്ഞ 56 ദിവസം ചർച്ചയായത് ഇവരാ. വീട്ടിലുള്ളവർ മൊത്തമാണെങ്കിൽ ഇവർക്കെതിരെ കളിക്കണം, ഇവരെ പൊട്ടിക്കണം, ഇവരെ തകർക്കണം, ഇവരെ പിരിക്കണം. വീട്ടിലുള്ളവർ മൊത്തം അവർക്കെതിരെ. പുറത്തെ ആൾക്കാരാണെങ്കിൽ ഇവരെ ഇറക്കണം, ഇവരെ കൊണ്ട് കാണാൻ വയ്യ, ഇവരെ കൊണ്ട് സ്വസ്ഥതയില്ല, അയ്യോ കഷ്ടം, ഈ അവസ്ഥ. അപ്പം ഈ കഴിഞ്ഞ 56 ദിവസം ഇവർ ലീഡ് ചെയ്തുകൊണ്ട്, അപ്പോൾ ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 6ൻ്റെ ഒരു പുതിയ വെർഷനാണ്. കാരണം വൈൽഡ് കാർഡ് വന്നിട്ട് തകർക്കാൻ പറ്റിയില്ല, റീ എൻട്രി വന്നിട്ട് തകർക്കാൻ പറ്റിയില്ല, ഒന്നിനും ഇവരുടെ ബന്ധത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എവിക്ഷൻ തകർത്തു ഇവരുടെ ബന്ധം. ഇനി എങ്ങനെ ജാസ്മിൻ കളിക്കും, അത് കാണാനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ഗെയിമിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത്. വീട്ടുകാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഷോക്ക്ഡ് ആയിപ്പോയി ഗബ്രി എവിക്റ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ. പക്ഷെ അങ്ങനെ ഞെട്ടേണ്ട കാര്യമില്ല. കാരണം ഈ വൈൽഡ് കാർഡ്സ് ഒക്കെ അകത്ത് കയറി പോയപ്പോൾ ഗബ്രിക്ക് എത്രമാത്രം സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ അറിഞ്ഞതാണ്. ഈ പറഞ്ഞ പോലെ റീ എൻട്രി രതീഷ് പോയപ്പോഴുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതാണ്. പക്ഷേ എന്നിട്ടും ഗബ്രി എവിക്റ്റായി എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ വന്ന് വീട്ടുകാർക്ക് പറയുമ്പം വീട്ടുകാർ നീ വെറുതെ പറഞ്ഞാൽ ജാസ്മിൻ കുട്ടിക്കൂടാവുന്ന കരയാണ്. പക്ഷേ വീട്ടുകാർ വിശ്വസിക്കും. അവരിറങ്ങി ഗബ്രി എല്ലാവരും നോക്കുന്ന എല്ലാവർക്കും ഷോക്കിംഗ് ആയിപ്പോയി. ഗബ്രി പുറത്ത് പോകുന്ന ആരും കരുതിയില്ല. പക്ഷേ 1-2 പേരൊക്കെ കരുതി, പക്ഷെ വേറെ ആരും കരുതിയില്ല. പിന്നെ ഈ പറയും പോലെ അപ്പം ഇതാണ് ഞാനും ഇന്നത്തെ റിവ്യൂവിൽ എവിക്ഷൻ്റെ കാര്യങ്ങളാണ് ഈ കൂടുതൽ. കാരണം അത് തന്നെ ഇന്നത്തെ എപ്പിസോഡ് നിറഞ്ഞു നിന്നത് ആ സാധനമായിരുന്നു, എവിക്ഷൻ. മാത്രമല്ല ഈ പറയുന്ന പോലെ രതീഷിൻ്റെ ഇഷ്യൂ ഒന്നും സംസാരിച്ചില്ല. കണ്ടസ്റ്റൻ്റ് ആണോ ഗസ്റ്റ് ആണോ, ഇപ്പോഴും ഗസ്റ്റ് ലെവലിലാണ്. രതീഷിൻ്റെ കേസ് ചെയ്യാനോ സംസാരിക്കാൻ പോയില്ല. ഇന്ന് പ്രധാനമായിട്ട് സംസാരിച്ചത് പവർ റൂം എങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ രണഭൂമിയുടെ ടാസ്ക്, ഈ രണ്ട് ഇഷ്യൂവും പിന്നെ ഇവർക്കൊരു കഥ ടാസ്ക് കൊടുത്തിരുന്നു. കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായിരുന്ന പോലെ തന്നെ കഥ പറഞ്ഞ് അത് കുറേ എൻ്റർടൈനിങ് ആയിട്ട് അങ്ങനെ പോയി. വേറെ ഒന്നും കാര്യമായിട്ടുള്ള കാര്യം ചോദിച്ചില്ല. പിന്നെ ഈ പറയും പോലെ ഈ വീക്ക് മൊത്തം ഈ പറയുന്ന ഈ ടാസ്ക് ആയിരുന്നല്ലോ. അപ്പോൾ നാളെ ഇനി ക്യാപ്റ്റൻസിയെ കുറച്ചൊക്കെ സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. കളി മാറുമോ ഇല്ലേ എന്നുള്ളത് കണ്ടറിയാം. എന്തായാലും മാറുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു സെക്കൻഡ് പാർട്ട് പോലെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, ഇപ്പോഴാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് റിയൽ കളി. നോക്കാം, വൈകിപ്പിക്കേണ്ട, തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 6ൻ്റെ
ഡേ 55 മെയ് 4-ാം തീയതിയിലെ ലാലേട്ടൻ്റെ വീക്കെൻഡിൻ്റെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ലാലേട്ടൻ ആദ്യം തന്നെ വന്ന് ശ്രീധുവിനെ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. ശ്രീധു വീട്ടിൽ നിന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം, ഇവിടെ വന്നിട്ട് ഇപ്പോൾ എന്തൊക്കെ തോന്നുന്നു? അത് ഇവിടെ വന്ന് എനിക്ക് എല്ലാ ഡിസിഷനും ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് എടുക്കാൻ പഠിച്ചു. സായി എന്ത് പറ്റി? സായി തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. സായി പറഞ്ഞേ, ലാലേട്ടൻ്റെ തോള് വയ്യ, അപ്പം എനിക്ക് കുറച്ച് ആശ്വാസമുണ്ട്, കുഴപ്പമില്ല. രതീഷേ എങ്ങനെ ഉണ്ടായിരുന്നു? ഗംഭീരമാണ്. ഇവിടെ ഉള്ള ഓരോരുത്തരും ഗംഭീരമാണ്. ശ്രീധുവിൻ്റെ കോൺഫിഡൻസോട് കൂടിയാണ് ശ്രീധു എൻ്റെ അടുത്ത് ഓരോ സംസാരിക്കുന്നത്. കുറേ ആൾക്കാർ ഫയറാണ്. ശ്രീരേഖ ഒരു ഗുഡ് ആക്ട്രസ് ആണ്. ഓരോരുത്തരെ കുറിച്ച് രതീഷ പറയണം. ഇപ്പോൾ ഒരാഴ്ചയായില്ലേ, ശ്രീരേഖ പറയുന്നു ഞാൻ ഇമോഷണൽ ആയി ലാലേട്ടാ. അപ്പം ലാലേട്ടൻ ചെയ്യുന്നു പവർ ടീം മാറിയില്ലേ, ഋഷിയും ഗബ്രിയും പവർ ടീമിൽ നിന്ന് മാറി. അപ്പോൾ ഗബ്രി പറയാണ് നോമിനേഷനിൽ വന്നിട്ട് എനിക്ക് ജനവധി അറിയണമായിരുന്നു. ബിഗ് ബോസ് മാറാൻ പറഞ്ഞു, ഞാൻ മാറി. ബിഗ് ബോസ് പറഞ്ഞ അങ്ങനെയല്ല പറഞ്ഞു വന്നത്. മാറണ്ടെന്ന് തോന്നിയോ ഗബ്രി? എനിക്ക് തോന്നില്ല ലാലേട്ടാ, മാറണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം ഇവർ പിന്നീട് പ്ലാൻ ചെയ്ത് എനിക്കെതിരെയാണ് തിരിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ സായിയാണ് എന്നെ പിടിച്ച് ഈ നോമിനേഷനിൽ ഇട്ടതും ജയിലിൽ നോമിനേറ്റ് ചെയ്തത്. അപ്പം അതൊക്കെ ഞാൻ അറിഞ്ഞു. ഓക്കെ, അതൊക്കെ ഓക്കെ. അപ്പം എനിക്ക് അങ്ങനെ ഉദ്ദേശിച്ചപ്പോൾ ഞാൻ മാറിക്കൊടുത്തിട്ടാണല്ലോ എൻ്റെ മണ്ടേക്കര ചവിട്ടിയെന്ന് എനിക്ക് തോന്നിപ്പോയി എന്നുള്ള അർത്ഥത്തിൽ ഗബ്രി പറയണം. അപ്പോൾ ഋഷി വരാണ് ഞാൻ 2 ആഴ്ച അതിനകത്ത് സുഖിച്ചു. സുഖിക്കാൻ കയറിയതാ. അപ്പോൾ പറയണം അല്ലല്ല അതല്ല, ഇനി പുറത്തിറങ്ങി കളിക്കണമല്ലോ. ഞാൻ എടുത്ത തീരുമാനം ശരിയാണ്, എനിക്ക് തെറ്റൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. ലാലേട്ടൻ ഇങ്ങനെ പവർ ടീം എങ്ങനെ ഉണ്ട്? ഗബ്രി പറയണ എനിക്ക് നന്നായിട്ടൊന്നും തോന്നിയില്ല. ഋഷി പറയാണ് അവരൊരു അടി വരുമ്പം 2 ചെയർ അപ്പുറം ഇപ്പുറം ഇരുത്തി അടിയുള്ളവരിന്ന് സംസാരിക്കട്ടെ, അതൊരു ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ ഇങ്ങനെ യൂണിറ്റി ഉണ്ടായിരുന്നോ? ശരണ്യ പറഞ്ഞു ഉണ്ടായിരുന്നു. നന്ദന ശരണ്യ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പറയും, ശരണ്യ ചേച്ചി അടുത്ത് കാര്യം പറഞ്ഞില്ല എന്ന്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തും പറയത്തില്ല, സായി ചേട്ടൻ തന്നെ ആയിരിക്കും തീരുമാനിക്കുന്നത്. പവർ ടീമിന് പവർ വേണ്ട, എനിക്കിനി പവർ വേണ്ട, എനിക്ക് മതി, ഒരാഴ്ച എനിക്ക് തൃപ്തി അടഞ്ഞ് നന്ദന. അപ്പോൾ ശ്രീരേഖ പറയാണ് കുറേ ഇഷ്യൂസൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിലും മറ്റുള്ളവരെ ബാധിക്കുന്ന രീതിയിലോട്ട് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോയില്ല, നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ച് സോൾവ് ചെയ്തു. ലാലേട്ടൻ വയ്ക്കാണ് പണിഷ്മെൻറ്റ് കൊടുക്കുന്നു, അതിൽ കൺഫ്യൂസ് ആവുന്നു, പണിഷ്മെൻറ്റ് വരുന്നു. എന്താ? അപ്പോൾ സായ പറയണം അത് എല്ലാവരുടെ അഭിപ്രായം നോക്കിയിട്ട് നമ്മൾ ചെയ്തത്. അപ്പോൾ സിജോ ലാലേട്ട എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാമായിരുന്നു, ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തില്ല. കാരണം ഒരു ഗെയിമർ എന്ന നിലയ്ക്ക് ഞാൻ എന്തിനാണ് അവരെ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ജിൻഡോ ലാലേട്ടാ സാറ് മേഡം എന്നൊക്കെ വിളിക്കാൻ പറഞ്ഞു, അന്ന് ശരിയായില്ല. അപ്പം നോറ പറയുന്നു പവർ ഇല്ലായിരുന്നു, സാറ് മേഡം എന്നൊക്കെ വിളിക്കാൻ പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, നടക്കൂല. പിന്നെ ക്രിയേറ്റീവായിട്ട് അവർ ചെയ്തത് അടി കൂടുമ്പോൾ ഇരുന്ന് സംസാരിച്ച് സോൾവ് ആക്കുക എന്നുള്ളതാണ്. അടുത്തൊരു ലെറ്റർ വരുന്നു, പവർ ടീം അടുത്ത ഒരു ലെറ്റർ വരാണ്. അതായത് പവർ ടീം പറഞ്ഞ ഒരു കമൻ്റാണ്, ഒരു എന്താ പറയുക, ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ലെറ്ററാണ്. പവർ ടീം പറഞ്ഞതുപോലെ സാറ് മേഡം എന്നൊക്കെ വിളിക്കുന്നത് പണ്ട് ബ്രിട്ടീഷ് കൊണ്ടുവന്ന ആചാരമാണ്. ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഇനി ഇത് ബാക്കിയുള്ളൂ, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ സാർ മേഡം പാടില്ല, എല്ലാവരെയും ഈക്വലായിട്ട് കാണണം എന്നുള്ള രീതിയാണ്. അപ്പോൾ ഇവിടെയും അങ്ങനെ ആയോ? ഇവിടെ അത് മാറ്റാൻ ഉദ്ദേശമൊന്നും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സായി പറയണം അങ്ങനെയല്ല, ഇവിടെ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് അങ്ങോട്ട് കുറഞ്ഞത് കൊണ്ടാണ് അത് കൊണ്ടുവന്നത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കണം ജിൻഡോ കുക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ലാലേട്ടൻ പറഞ്ഞുകൊണ്ടല്ലേ ഇത്തവണ ഞാൻ വന്നത്, ഞാൻ മട്ടൻ കറി ഉണ്ടാക്കി, ചിക്കൻ കറി ഉണ്ടാക്കി. അപ്പം ലാലേട്ടൻ ചോദിക്കണം ജാസ്മിൻ, ജിൻഡോ, ശ്രീധു നിങ്ങൾ 3 പേരായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു? ജാസ്മിൻ പറയണം നല്ലതായിരുന്നു, എനിക്ക് പൊതുവേ കുക്കിംഗ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരമൊക്കെ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ എൻ്റെ അടുത്ത് കുക്കിംഗ് ചാനൽ തുടങ്ങാനാണ് അവർ പറയുന്നത്. അപ്പം അടുത്ത് അൻസിബ പറയാണ് നല്ല ഫുഡായിരുന്നു ലാലേട്ടാ, ഞാനും കൂടി ചെറുതായിട്ടൊക്കെ ഹെൽപ്പൊക്കെ ചെയ്ത് നല്ല ഫുഡായിരുന്നു. ലാലേട്ടൻ സമ്മാനം കൊടുക്കുന്നു, അടുത്ത സമ്മാനം കൊണ്ടുവരികയാണ്. സമ്മാനം ഇവിടെ കുറച്ച് പേർക്ക് സമ്മാനം, ഒരു ടീമിന് സമ്മാനം കൊടുക്കണം. ഏത് ടീം അടിപൊളിയായിരുന്നത് ഈ ആഴ്ച? അപ്പോൾ അൻസിബ പറയണ അപ്പോൾ അപ്സര പറഞ്ഞ അല്ല അൻസിബ പറയാണ് നെക്സ്റ്റ് ടീം ആയിരിക്കും, കാരണം അവരെല്ലാം നല്ല ഇതായിരുന്നു. അപ്പോൾ റസ്മിൻ പറയാണ് നെക്സ്റ്റ് നല്ല ഓളമായിരുന്നു, എന്ത് ചെയ്തപ്പോഴും നല്ല ഓളം. അപ്പം അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റിന് കൊടുക്കാം ഒരു ട്രോഫിയും എല്ലാവർക്കും ബിരിയാണി ഷോപ്പിംഗ് വൗച്ചർ നെക്സ്റ്റ് ടീമിന് പ്രേക്ഷകരുടെ ഒരു ഇത് വെച്ചിട്ടാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അടുത്ത് ലാലേട്ടൻ ടാസ്കിനെ കുറിച്ച് സംസാരിക്കുന്നു. രണഭൂമി എന്തായിരുന്നു അവിടെ? അപ്സര ഭയങ്കര സംഭവമായിരുന്നല്ലോ, ഇങ്ങനെ സല്യൂട്ടൊക്കെ അടിച്ചിട്ട്. NCC അതേ ലാലേട്ടൻ NCCയുടേത്. ജിൻഡോ, റസ്മിൻ, ശരണ്യ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു NCCയിൽ. അപ്പം ശരണ്യ പറഞ്ഞു ഞാനില്ലായിരുന്നു ലാലേട്ടൻ, ഞാൻ എന്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അങ്ങ് ഫിറ്റ് ആവും. അപ്പം നോറ ലാലേട്ടൻ നമ്മൾ ജയിച്ചല്ലോ, ഞാൻ എൻ്റെ പോയിൻറ്റ്സ് പറഞ്ഞു, സിലോർ ഇവിടെ എന്തും പറഞ്ഞ് ജയിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സിജോയെ പറയണേ എന്താ സിജോ? അപ്പോൾ സിജോ പറയണേ ലാലേട്ട കണ്ടിന്യൂസ് ആയിട്ട് ഒരു കീ കറക്കിയ പാവയെ കണക്കാണ് നോർ അവിടെ നടക്കുന്നത്. Day 1, Day 2, Day 3 എന്ത് നടന്നു അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞാൽ നോറടുത്ത് തോക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ ഇവിടെ ഞാൻ റീ എൻട്രി ചെയ്ത സമയത്ത് ഒത്തിരി കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ട് വന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, അത് പറയാൻ പാടുണ്ടോ ഇല്ല. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ടാസ്കുകളിൽ പരമാവധി ഞാനത് എങ്ങനെ പറയണം എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് വെർബലി യൂസ് ചെയ്തിട്ടുണ്ട്. അത് സിജോ പറഞ്ഞത് കറക്റ്റാണ്. ഇവർക്ക് ഓരോ ടാസ്ക് കൊടുക്കുമ്പോഴും വെർബലി ഇവരെ കുത്താൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. പലരും വന്നിട്ട് നിങ്ങൾ ആരെ ഇവിടെ ടൂറിന് കൊണ്ടുപോകണം, എനിക്ക് ഇയാളെ, എനിക്ക് അയാളെ, അത് പറയുന്നതിന് ഒരു കുത്തണം.
കുത്താനാണ് ടാസ്ക് വരുന്നത്. അപ്പം അവിടെ ഈ പറയുന്ന പോലെ ഞാൻ വ്യക്തമായിട്ട് വെർബലി പറഞ്ഞിട്ടുണ്ട് എന്ന് സിജോ പറയുന്നത് ഇഷ്ടപ്പെട്ടു. അവൻ നോറ പറയുന്നത്, ലാലേട്ട പറയുന്നത് സത്യമാണോ ഇല്ലയെന്ന് എനിക്ക് നല്ല പോലെ അറിയാം, ഇല്ലാത്തത് പറഞ്ഞിട്ടാണോ സത്യമാണോ നോക്കിയത്. പിന്നെ എനിക്കുള്ളൊരു സമാധാനം, ഇന്നെ എന്തൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യാൻ നോക്കിയില്ല, നടന്നിട്ടില്ല, ഞാൻ പ്രൊവോക്ക് ആയിട്ടില്ല, അതിൽ എനിക്ക് അഭിമാനമുണ്ട്. അത് നോറ പറഞ്ഞത് കറക്റ്റാണ്. നോറ പ്രൊവോക്ഡ് ആയില്ല ഈ വീക്ക്. സിജോ എന്തെല്ലാം പറഞ്ഞിട്ട് നോറ അനങ്ങിയിട്ടില്ല. അപ്പോൾ ഗബ്രി, ലാലേട്ടൻ നോറ ഇവിടെ വായി തോന്നിയത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാലേട്ടൻ, ഋഷി എന്തോന്ന് എറിയായിരുന്നു മോനെ അത്. ഋഷി പറഞ്ഞു, അത് ലാലേട്ട ഞാൻ ഭയങ്കര എറിയായിരുന്നു. അപ്പോൾ റസ്മിൻ, ലാലേട്ട നോറയല്ല വായി തോന്നുന്ന പറയുന്നത്, ഈ ഗബ്രിയാണ് വായി തോന്നുന്ന പറയുന്നത്. അപ്പോൾ നന്ദന, ലാലേട്ടൻ നമ്മൾ ഫസ്റ്റ് ഔട്ടായി, നല്ലതായിരുന്നു. പിന്നെ ജിൻഡോ ചേട്ടൻ അവിടെ അസുഖം പറഞ്ഞ് എനിക്കും കൂടി ഇഷ്ടപ്പെട്ടില്ല. സായി ചേട്ടൻ നട്ടൽ വരുന്നെല്ലാം പറഞ്ഞു, അതിനാണ് ഞാൻ ജയിലിൽ നോമിനേറ്റ് ചെയ്ത് തന്നെ ജയിലിടാൻ തീരുമാനിച്ചത്. പിന്നെ ഒന്ന് സോറി പറഞ്ഞു, പക്ഷെ പറഞ്ഞത് ശരിയായില്ല. അപ്പോൾ ജിൻഡോ പറയുകയാണേ, ലാലേട്ട അവരെ തകർക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ എനിക്കുണ്ടായിരുന്നു, അവരെ വീക്കാക്കുക മെൻ്റലി, അതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ പറയുന്ന നന്ദന ഇവിടെ ഉണ്ടായിരുന്ന മുമ്പുണ്ടായിരുന്ന അഭിഷേക് ജയദീപിന് നട്ടലില്ലെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തോന്നാണ് കുഴപ്പം? അതിന് പ്രശ്നമില്ലേ? അപ്പം ഞാനിങ്ങനെ ടാസ്ക് പറഞ്ഞാൽ അത് എൻ്റെ കഴിവാണ്, കാല് പിടിച്ച് ഞാൻ മാപ്പ് പറഞ്ഞു സായിയോട്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ഗബ്രി എന്ത് പറ്റി, മഞ്ഞ മുഖത്ത് തട്ടി എന്നൊക്കെ പറയുന്നല്ലോ. അപ്പോൾ ഗബ്രി പറഞ്ഞു, ലാലേട്ട ഫസ്റ്റ് തവണ തന്നെ റൂൾ അനുസരിച്ചിട്ടാണെങ്കിൽ ഈ ടണൽ ടീം ഔട്ടാവാനുള്ളതാണ്. അഭിഷേക് ശ്രീകുമാർ എന്നെ എറിഞ്ഞ ബോൾ അത് ഡൺ ടീം എടുത്തെറിഞ്ഞ മഞ്ഞ ബോൾ എടുത്താണ് അവരെന്നെ എടുത്ത് എറിഞ്ഞത്. പക്ഷേ അഭിഷേക് ശ്രീകുമാർ പിന്നീട് അത് സമ്മതിച്ചു. യെല്ലോ കളർ എൻ്റെ മുഖത്ത് പറ്റിയത് ഞാൻ അറിഞ്ഞില്ല, പിന്നീട് അപ്സര പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. ആ റൗണ്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്, ഇല്ലെങ്കിൽ അവർ ഔട്ടാക്കായിരുന്നു. അബദ്ധവശാലാണെങ്കിലും റൂൾ ബ്രേക്ക് തന്നെയാണ് അവിടെ നടന്നത്. പിന്നെ നെക്സ്റ്റ് ടീം അപ്പീൽ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് ഈ രതീഷ് ചേട്ടൻ പറഞ്ഞു. നമ്മളെ ടാർഗറ്റ് ചെയ്ത് പലപ്പോഴും ഈ രതീഷ് ചേട്ടൻ പലതും ചെയ്യുമ്പോൾ എനിക്ക് തോന്നി ജഡ്ജ്. അവൻ രതീഷ് പറയണ്, ഇല്ല ലാലേട്ടാ ഞാനിവിടുത്തെ ഗസ്റ്റാണ്, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അങ്ങനെ ഇറങ്ങുന്നത് കണ്ടിട്ടില്ല, എല്ലാം കഴിഞ്ഞിട്ട് ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറഞ്ഞു എങ്ങനെ ശരിയാവും, ആ റൗണ്ടും കഴിഞ്ഞ് അടുത്ത് വന്നപ്പോൾ ഇതുവരെ പറഞ്ഞു എങ്ങനെ ശരിയാവും. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, വേറെ ആർക്കെങ്കിലും ഇങ്ങനെ അഭിപ്രായം ഉണ്ടോ? രതീഷ് ഇങ്ങനെ പറഞ്ഞു, പാർഷ്യാലിറ്റി കാണിച്ചു. അപ്സര, രതീഷ് ഏട്ടൻ നെസ്റ്റിനെ അറ്റാക്ക് ചെയ്യൂ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ശ്രീരേഖ പറയാണ്, രതീഷ് പ്രൊവോക്ക് ചെയ്തു ലാലേട്ട, രതീഷ് ചൊറിഞ്ഞു കഴിഞ്ഞാൽ മാന്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ രതീഷ്, ഞാൻ ആർക്കും സപ്പോർട്ട് ചെയ്യില്ല ലാലേട്ട, ഞാൻ ആർക്കും സപ്പോർട്ട് ചെയ്തില്ല, ഞാൻ അവിടുത്തെ ഗസ്റ്റാണ്. അപ്പോൾ ജിൻഡോ, നമ്മുടെ ടീമിൻ്റെ കുറവ് നമ്മുടെ ടീമിൻ്റെ കുറവുണ്ട് ലാലേട്ട, അവിടെ 3 ആണുങ്ങൾ, ഇവിടെ ലാലേട്ട എന്തോന്ന് കുറവ്. അപ്പോൾ ജാസ്മിൻ, ലാലേട്ട ഒരു കാര്യം പറയാനുണ്ട്, ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റി വേണം. ഇവിടെ ഈ ജിൻഡോക്കാക്ക കൂടെ നിന്നിട്ട് അപ്പുറത്തെ ടീമിൽ പോയിട്ട് എൻ്റെ ടീമിൽ അവൾ ഇങ്ങനെ, എൻ്റെ ടീമിൽ ഇവൾ ഇങ്ങനെ, സ്വന്തം ടീമിനെ തന്നെ കുറ്റം പറയുന്നു. അപ്പോൾ ജിൻഡോ, ലാലേട്ട ഈ ജാസ്മിൻ കൂറ് അവിടെയാണ്, നമ്മുടെ ടീമിലാണെങ്കിലും ടീം എവിടെ കൂറവിടെ. ജാസ്മിൻ്റെ ബോൾ എറിയുന്നതൊക്കെ ആകാശത്തോട്ടാണ് നമ്മൾ പറത്തി വിട്ടത്, കാരണം കൂറ് അവിടെയാണ്. അപ്പോൾ ശ്രീത് പറയാണ്, ലാലേട്ട് ജാസ്മിൻ യൂണിറ്റി ഇല്ല എന്നൊക്കെ ഇവിടെ പറയാറുണ്ട്, എനിക്ക് മറ്റേ എക്സ്പീരിയൻസ് ഇവിടെ വന്നപ്പോൾ ഈ ഗ്രൂപ്പിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് கொஞ்சம் கம்மியாக தான் இருந்தது. இந்த ஜிண்டோ ஜின்னு சேட்டை அந்த மாதிரி இல்லாமல் பிஹேவ் பண்ணிக்கிட்டே இருந்தது. இந்த ഗ്രൂപ്പിൽ വന്നதுக்கு அப்புறம் தான் എനിക്ക് അത് ജാസ്മിൻ പറഞ്ഞതൊക്കെ മനസ്സിലായത്. അങ്ങനെ തോന്നി ഒരു യൂണിറ്റി ഇല്ല. ശ്രീതു എന്നിട്ട് ശ്രീതു പറയണം, പിന്നെ ലാലേട്ട് ഇവിടെ ബോൾ എറിഞ്ഞതല്ലേ, அது எனக்கு இன்டென்ஷனலி செய்தது தோணல, இந்த அபத்தத்தை இந்த மாதிரி ஒரு ஏறு கொடுத்து தான் எனக்கு தோணுது. அப்படி தான் அது ஆகணும். அது அதெல்லாம் இன்டென்ஷனலி அவங்க செய்யக்கூடாது, அவங்க செய்ததே அல்ல, அப்படி ஒன்றும் இல்லை. அவங்க പെട്ടെന്ന് സീക്രം இந்த மாதிரி ഏരിയ തോന്നുന്നത് அந்த പെട്ടെന്ന് അങ്ങനെ ഇംഗ്ലീഷിലുണ്ട്, മലയാളമുണ്ട്, തമിഴ് എല്ലാം കൂടെ മിക്സ് ചെയ്തു. അപ്പോൾ ലാലേട്ടൻ ഹോട്ട്സ്റ്റാറിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഗുഡ് സോൾജിയർ ആരാണെന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പലരും പല പേരും പറയുന്നു. നോറയ്ക്ക് കിട്ടുന്നു ബെസ്റ്റ് സോൾജിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നോറ പറയണത്, എൻ്റെ ടീമിനോടാണ് എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത്. ഋഷി എറിയുന്ന ടൈമിൽ ഞാൻ അപ്പുറത്തെ ടീമിന് ശ്രദ്ധ തിരിക്കാൻ ഞാൻ ഇങ്ങനെ എറിയുന്ന പോലെ കാണിച്ചുകൊണ്ടിരുന്ന അവരുടെ ശ്രദ്ധ തിരിച്ചു. അടുത്ത വീണ്ടും ഒരു കഥ പറയുന്ന ഒരു ടാസ്ക്കാണ്. അതായത് നമ്മുടെ കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായിരുന്ന ആക്ടിവിറ്റി ഏരിയയിൽ ഒരാൾ പോകും, അയാളോടൊരു കഥ പറഞ്ഞു കൊടുക്കും, ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കും, അടുത്തയാൾ പോകും, ഈ പറഞ്ഞയാൾ അയാളോട് കഥ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും കഥ പറഞ്ഞ് അവസാനം ലാലേട്ടനെടുത്ത് കഥ പറഞ്ഞു കൊടുക്കണം. കഥ അപ്സര എടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കഥ, ആലത്തൂരുള്ള ഒരു അലക്കുകാരിയായിട്ടുള്ള യശോദ പടിഞ്ഞാറ ദിശയിലുള്ള സരയൂ എന്ന് പറയുന്ന പുഴയിൽ അലക്കാൻ പോയി. കറുത്ത ധാവണിയിൽ വെള്ളക്കറ പറ്റിയതുകൊണ്ട് അത് പരിമളം സോപ്പ് ഉപയോഗിച്ച് അലക്കാൻ പോയപ്പോഴത്തേക്കും പൂമ്പാറ്റ ബസ്സിലെ ഡ്രൈവറായി പൂമ്പാറ്റ ബസ്സിലെ ആളായിട്ട് പൂമ്പാറ്റ ബസ്സിൽ നിന്ന് സുഗുണൻ ഇറങ്ങി വന്ന് പോരുന്നോ എൻ്റെ കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ കൈ നീട്ടിക്കൊണ്ട് പോകുന്ന അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ മലഞ്ചേരിയിൽ പോയി ജീവിച്ച് 12 മക്കളും 24 കൊച്ചുമക്കളും എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്. ഇത് പറഞ്ഞ് അപ്സര എടുത്താണ് അത് ബിഗ് ബോസ് കഥ പറയുന്നത്. അപ്സര സിജോ എടുത്ത് പറയുന്നത്, അങ്ങനെ കറങ്ങി
സായിയുടെ അടുത്ത് വന്ന് പറയുമ്പോഴത്തേക്കും കഥയൊക്കെ മാറുന്നു. സായി ശരണ്യ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ശരണ്യ വിചാരിക്കുന്നുണ്ട് ഇനി നമ്മൾ കഥ ഉണ്ടാക്കി പറയണം എന്ന് പറഞ്ഞിട്ട് ശരണ്യ അവിടെ നിന്ന് അവർ ജീവിക്കാൻ പോയി, ഗർഭിണിയായി, അവർ സൗഹൃദത്തിലായി. എന്താണ് അവർ തമ്മിലുള്ള ബന്ധം? ഇത് പറഞ്ഞ് അവസാനം രതീഷിൻ്റെ അടുത്ത് വരെ എത്തി. രതീഷ് ലാലേട്ടനെ പറഞ്ഞു കൊടുത്തപ്പോൾ കഥ മൊത്തം മാറി, കഥ കേൾപ്പിച്ചു കൊടുക്കുന്ന എല്ലാവരും ചിരി. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് മെയിൻ. അതിനുശേഷമാണ് എവിക്ഷൻ വരുന്നത്. 8ാമത്തെ ആഴ്ച തീർന്നു. ആരൊക്കെയാണ് എവിക്ഷനിൽ? നോറ, അഭിഷേക്, സിജോ, അർജുൻ, ജിൻഡോ, ജാസ്മിൻ, ഋഷി, അൻസിബ, ഗബ്രി. 9 പേര് എഴുന്നേൽക്കുന്നു. അപ്പോൾ ലാലേട്ടൻ പറയാണ് ജാസ്മിൻ, ഋഷി, അൻസിബ, ഗബ്രി ഇവരൊഴിച്ച് ബാക്കിയുള്ളവർ ഇരിക്കും, അവരുടെ കാര്യം നാളെ പറയാം. നോറ, അഭിഷേക്, സിജോ, അർജുൻ, ജിൻഡോ ഇവരുടെ കാര്യം നാളെ പറയാം. ഇന്ന് ജാസ്മിൻ്റെയും ഋഷിയുടെയും അൻസിബയുടെയും ഗബ്രിയുടെയും കാര്യം പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോൾ ഋഷി പറയണം ഞാൻ സെൽഫ് ഇമ്പ്രൂവ് ആയി, കുറേ കൂടി നന്നായിട്ട് തന്നെയാണ് ഇവിടെ നിന്നിരിക്കുന്നത്. അപ്പോൾ ഗബ്രി ഞാൻ ഗെയിമിനെ ഗെയിമായിട്ട് കണ്ടിട്ടില്ല, കൂടുതൽ പവർ റൂമിലായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് പ്രേക്ഷക വിധി അറിയണമെന്നുണ്ട്, 100 ദിവസം നിൽക്കണമെന്നുണ്ട്, പിന്നെ പ്രേക്ഷകരുടെ തീരുമാനമാണ്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു നിങ്ങൾ മാറിയത് ഒരു തെറ്റാണെന്ന് തോന്നുന്നു. ഇല്ല ലാലേട്ടൻ എനിക്ക് തെറ്റായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അവസരമല്ലേ ഇവിടെ 100 ദിവസം നിൽക്കണമെങ്കിൽ നിങ്ങൾ എന്തിനാ അതിൽ നിന്ന് ഇറങ്ങി? അപ്പോൾ ലാലേട്ടൻ എനിക്ക് അങ്ങനെ തോന്നി, അതിനകത്ത് നിൽക്കേണ്ട ഒരു ഇതില്ല, നമ്മൾ അറിയണം, ജനവിധി അറിയണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ജാസ്മിൻ എൻ്റെ രീതികൾ ഞാനായിട്ട് നിന്നിട്ടുള്ള എൻ്റെ എല്ലാ ഇമോഷൻസും ഞാൻ കാണിച്ചിട്ടുണ്ട്, പിന്നെ എനിക്കറിയില്ല. അപ്പോൾ അൻസിബ പറയാണ് ഞാനെന്ന വ്യക്തി അതേപോലെ തന്നെ അതേപടിയാണ് ഞാൻ ഇവിടെ നിന്നിട്ടുള്ളത്, എനിക്ക് അടിപിടി ഉണ്ടാക്കുന്ന എനിക്ക് അറിയത്തില്ല, ഞാൻ ഡിസർവിങ് അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾ ഇവിടെ നിൽക്കണം, അങ്ങനെ കുറേ അൻസിബ പറഞ്ഞു. അപ്പോൾ എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയണം. അപ്പോൾ ഇപ്പോൾ പോകണമെന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അൻസിബ നിൽക്കുന്നു. അപ്പോൾ ജിൻഡോ പറയാണ് ലാലേട്ട എല്ലാവരും സേഫ് ആവോ? അപ്പോൾ ലാലേട്ടൻ നിൽക്കണം തനിക്ക് പോകണ്ടേ, മുന്നോട്ട് ജയിക്കണ്ടേ? അതെ, പിന്നെ എങ്ങനെ എല്ലാവരും സേഫ് ആക്കും? അടുത്ത് ആര് പോകും? അർജുൻ പറയണം അൻസിബ വീക്കായിരുന്നു, വീട്ടിൽ പോകണമെന്ന് പറയുന്നുണ്ട്. ശരണ്യ പറയണം ഗബ്രിക്ക് വ്യൂ കാണേണ്ട കാര്യമുണ്ടായിരുന്നു, പക്ഷേ റസ്മിൻ അൻസിബ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പം ബിഗ് ബോസ് പറയും ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞത് ലാലേട്ടൻ പോകുന്നു. അടുത്ത് ബിഗ് ബോസ് പറയുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഇതിൽ നിന്നും ഒരാളെന്ന് പോകും. ബിഗ് ബോസ് ഒരാൾ പോകും. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ പോയിരുന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സംസാരിക്കാമെന്ന് പറയുന്നു. ജാസ്മിൻ, ഗബ്രി നേരെ ഓടുന്നു വാഴത്തോട്ടത്തിലേക്ക്, ഋഷി, അൻസിബ നേരെ ഓടുന്നു ഡെന്നിലേക്ക്. കുറച്ച് സമയം നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥലത്തിരിക്കുക, ഇനി അതിന് അവസരം കിട്ടില്ല എന്ന് പറയുന്നത്. അൻസിബ സംസാരിക്കണേടാ നീ വിഷമിക്കില്ല, എനിക്കറിയാം ഞാൻ പോവും, നീ സമാധാനിക്കും, നീ ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്നെല്ലാം പറയുന്നു. ഗബ്രിയും ജാസ്മിനും വാഴത്തോട്ടത്തിൽ. ഗബ്രി പറയാണ് നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, പിടിച്ച് നിൽക്കാൻ നിന്നെക്കൊണ്ട് പറ്റും. അപ്പോൾ ജാസ്മിൻ പറയണേടാ ഞാൻ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ല. അപ്പം ജാസ്മിൻ പറയണേ എനിക്ക് സെപ്പറേറ്റ് ആവേണ്ടി, ഞാനകത്ത് നീ പുറത്ത് നമ്മൾ സെപ്പറേറ്റ് ആവേണ്ടി നീ എങ്ങനെ എനിക്ക് അറിയില്ലടാ അങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത്. അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരുന്ന് ഗാർഡൻ ഏരിയയിലേക്ക് എല്ലാവരെയും വിളിക്കുന്നു. ഗാർഡൻ ഏരിയയിൽ ഒരു പെട്ടി വെച്ചിട്ടുണ്ട്, ആ പെട്ടി തുറന്ന് നോക്കാൻ പറയുന്നു. അപ്പം സേവ് ആയിട്ടുള്ള ആൾക്കാരുടെ പേര് കാണിക്കുമെന്ന് പറയുന്നു. അൻസിബ പോയി പെട്ടി തുറക്കുന്നു, ഒരു പേപ്പർ ക്യൂ കാർഡ് ചുരണ്ടുന്നു. അൻസിബ, ഋഷി സേവ്ഡ്. ജാസ്മിനും ഗബ്രിയും മാത്രം ബാക്കി. ടിങ് ടിങ്. ബിഗ് ബോസ് പറയാണ് ഒരാൾ ഔട്ടാവും, നിങ്ങളുടെ ഒരാൾ ഔട്ടാവുമെന്ന് പറയുന്നു. എന്നിട്ട് ആക്ടിവിറ്റി ഏരിയയിൽ വരാൻ പറയുന്നു. രണ്ടുപേർക്ക് ഭയങ്കര വിഷമം, ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് എല്ലാവരും വീട്ടിൽ കയറുന്നു. നേരെ ആക്ടിവിറ്റി ഏരിയയിൽ പോകുന്നു ജാസ്മിൻ. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ ഔട്ടാവും, നിങ്ങളുടെ ഓർമ്മ നിമിഷം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പാട്ടിലൂടെ ഇവരുടെ ഫുൾ വീഡിയോസ് കാണിച്ചു കൊടുക്കണം. അത് കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് എന്താ പറയുക ഇമോഷൻ. ആ പാട്ടും അതും ഈ സംഭവങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും വെള്ളിൽ പറവകളായി നാം ഒന്നിച്ചുയരാം, ആ പാട്ട് പോകാം വാർമുകിലായി, ആ പാട്ടൊക്കെ ഇട്ട് ഇവരുടെ വീഡിയോ കാണിച്ചു. അപ്പോൾ ജാസ്മിൻ ഭയങ്കര കരച്ചിൽ, ഗബ്രി ഇങ്ങനെ ചിരിച്ചു. ജാസ്മിൻ ബിഗ് ബോസ് ടെൻഷൻ അടിപ്പിക്കണം, ബിഗ് ബോസ് എനിക്ക് ബിഗ് ബോസ് എനിക്ക് എങ്ങനെ പറയില്ല, ബിഗ് ബോസ് ഇവിടെ ഒരാൾ പോലെന്ന് പറയില്ല, ബിഗ് ബോസ് അതൊക്കെ കാണാൻ നമുക്ക് എന്തോ നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ ഇത് പ്രത്യേകിച്ച് സിനിമ സീരിയലൊന്നും അല്ലല്ലോ, അഭിനയിക്കുന്നതല്ലല്ലോ. അപ്പോൾ നമുക്കിതൊക്കെ കാണാൻ എന്തോ പോലെ ആവും. അങ്ങനെ എല്ലാം കാണിച്ചു കൊടുക്കുന്നു. അവിടെ ഒരു കർട്ടൻ ഇട്ട് മറച്ചു വെച്ചിട്ടുണ്ട്, ഔട്ടായ ആളുടെ പേര്. കർട്ടൻ മാറ്റാൻ പറയുന്നു. ഗബ്രി ഇങ്ങനെ കട്ടൻ മാറ്റുന്നു. ജാസ്മിൻ ഗബ്രിയെ നോക്കി നിൽക്കുകയാണ്. ഓക്കെ ഫൈൻ എന്നിങ്ങനെ പറയുന്നു. ഗബ്രി എവിക്റ്റഡ് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ഗബ്രിയുടെ ഫോട്ടോ ഉൾപ്പെടെ. ജാസ്മിൻ കരുതുന്നു വേണം വേണ്ട ഞാൻ എടുത്തില്ല, നല്ലോണം കളിക്കുന്നു. ബിഗ് ബോസ് അവൻ കളിക്കുന്നുണ്ട്, നല്ലോണം കളിക്കുന്നുണ്ട്, വേണ്ട അവൻ കളിക്കുന്നുണ്ട്, അപ്പോൾ എന്നെ കരുതുന്ന തന്നെ കളിക്കുന്നുണ്ട്. ബിഗ് ബോസ് എനിക്കിവിടെ ആരും ഇല്ലടാ, ഇനി ഞാൻ എങ്ങനെയാണ് ഞാൻ കളിച്ച് മുന്നോട്ട് വന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് എങ്ങനെ ഞാൻ മുന്നോട്ട് പോകുന്നു എങ്ങനെ പറയല്ലേ. ബിഗ് ബോസ് ഇല്ല, ബിഗ് ബോസ് പ്രാങ്കാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനും ഗബ്രിയും കൂടി ആകെ ഒരുമാതിരി അപ്പം കെട്ടിപ്പിടിക്കുന്നു. ജാസ്മിനെ കൊണ്ട് പറ്റും, നീ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന കാരണം ബിഗ് ബോസ് തിരിച്ച് വീട്ടിൽ പോകാൻ പറയുന്നു. ജാസ്മിൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. നേരെ വന്ന് റസ്മിനെ കെട്ടിപ്പിടിക്കുന്നു. റസ്മിനെ പോയി എന്നല്ലൊക്കെ എല്ലാവരും പറയുന്നു. വീട്ടിലുള്ളവരെ മൊത്തം ഗബ്രി എല്ലാവരും വെളിയിലിറങ്ങി ഒരുമാതിരി അന്തം വിട്ട കുന്തം പിഴിഞ്ഞൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. അപ്പോൾ ജാസ്മിൻ കരഞ്ഞ് എനിക്ക് സഹിക്കാൻ വയ്യ, എനിക്ക് പറ്റത്തില്ല അവനെ തിരിച്ചുകൊണ്ടുവരാൻ പറ. റസ്മിൻ അവൻ കളിക്കുന്നില്ലേ, ഏത് ടാസ്ക് എടുത്ത് ഞാൻ അവൻ കളിക്കുന്നുണ്ട്, അവൻ നല്ലവണ്ണം കളിക്കുന്നില്ല, അവനെ തിരിച്ച് കൊണ്ടുവരാൻ പറ എന്നെല്ലാം പറയുന്നു. അപ്പം ഒരുവിധ സമാധാനിപ്പിച്ച് ജാസ്മിനെ നിർത്തുന്നു. ഗബ്രിയെ നേരെ കണ്ണ് കെട്ടി സ്റ്റേജിലേക്ക് കൊണ്ടുപോവുകയാണ്.
എന്ത് പറ്റി ഗബ്രി, തീരുമാനം തെറ്റായി പോയോ? ഇല്ല ലാലേട്ടാ, പ്രേക്ഷക വിധി സ്വീകരിക്കാൻ എനിക്ക് മനസ്സിലാവും. നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോ, നമുക്ക് ആഗ്രഹം ഉണ്ടല്ലോ നിങ്ങളെ പവർ റൂമിൽ ഇട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇറങ്ങി കൊടുത്തത്? നിങ്ങളെ കഷ്ടപ്പെട്ട് നമ്മൾ ആ പവർ റൂമിൽ 100 ദിവസം സേവാക്കി നിർത്തൂലായിരുന്ന. അപ്പോൾ എനിക്ക് വേണ്ട ലാലേട്ടാ, എനിക്ക് പ്രേക്ഷക വിധി അറിയണം. ശരി മോനെ എന്താ മോനെ ഇത്, നിങ്ങൾ അതിനകത്ത് നിൽക്കണേ, നിങ്ങൾക്ക് കിട്ടിയ അവസരം. ഇല്ല ലാലേട്ടാ, എനിക്ക് പ്രേക്ഷക വിധി എനിക്ക് അറിയണമായിരുന്നു. ചിന്തിച്ചപ്പോൾ തെറ്റായി പോകുന്നുണ്ട്. തെറ്റൊന്ന് പറ. ലാലേട്ടൻ കിടന്ന് കരയാണ്, തെറ്റൊന്ന് പറയാൻ വേണ്ടി. അപ്പം അതെ തെറ്റായിപ്പോയി, എടുത്ത് ചാടി പോലത്തോ എന്ന് ഗബ്രി പറയാൻ നിർത്തുന്നത്. ഈ ഗെയിം എങ്ങനെയുണ്ട്? ഗെയിം ഡിഫിക്കൽട്ടാണ് എന്ന് പറയുന്നു. അങ്ങനെ ജേണി വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. ജേണി വീഡിയോക്കകത്ത് കണ്ണിണയുടെ കണ്ണനായിവ, കവിളിനയുടെ തോഴനായിവ, ചുണ്ടിണയുടെ ചൂളമായിവ, പാടാൻ വാ മഴ പെയ്ത പ്രണയ കഥയേ ജനുവരിയിൽ. ആ പാട്ടൊക്കെ ഇട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ് ഒക്കെ ഇട്ട് ഇവരുടെ വീഡിയോസൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ഗബ്രിക്ക് മനസ്സിലാവുന്നത് എല്ലാം മനസ്സിലാവുന്നു. വീട്ടുകാരുമായിട്ട് സ്ക്രീനിൽ ചേരുന്നു. എല്ലാവരും നല്ല ഫ്രണ്ട്സാണ്. ഇവിടെ ഉള്ളത് ഞാൻ ഇവിടെ കളഞ്ഞു, പുറത്തെല്ലാവർക്കും കാണാം. പക്ഷേ ജാസ്മിൻ്റെ പേരുണ്ട്. ജാസ്മിൻ അയ്യോ സ്റ്റേജിൽ നിൽക്കുന്ന റസ്മിനെ അങ്ങനെ ബായ് എല്ലാം പറഞ്ഞു. ഒന്നും ജാസ്മിൻ്റെ പേര് പോലും മിണ്ടാതെ ഗബ്രി പോകുന്നു. ജാസ്മിൻ വിഷമിച്ച് കരഞ്ഞ് റസ്മിനടുത്ത്, അവൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്, എന്നെക്കാലം നന്നായിട്ട്, എനിക്കെങ്ങനെ കളിക്കുമെന്ന് എനിക്കറിയില്ല, എനിക്ക് പോകണം, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, അയ്യോ എനിക്കറിയില്ലടാ, എന്ത് വിഷമം വന്നാലും സന്തോഷം വന്നാലും ഞാൻ അവന് തോളണം, ഞാൻ ഇവിടെ ചാരും, ഞാൻ രാവിലെ പാട്ടിടം എഴുന്നേൽക്കുമ്പോൾ ഞാൻ ആരെ മുഖത്ത് നോക്കും, ഞാൻ ആർക്ക് ആഹാരം കൂടെ കഴിക്കാന്ന് പറഞ്ഞ് വിളിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജാസ്മിൻ വിഷമിച്ച് നിൽക്കുന്നതാണ് ലാസ്റ്റ് കാണിക്കുന്നത്. ഇനി ഗബ്രിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ള സംഭവം, ഒരു സൂപ്പർ പ്ലെയർ ആയിരുന്നു. പോസിറ്റീവ് കണ്ടൻറ്റോ നെഗറ്റീവ് കണ്ടൻറ്റോ വെറുപ്പിക്കലോ കോൺട്രവേഴ്സിയോ എന്തോ ആവട്ടെ, 56 ദിവസം ഈ പറയുന്ന ബിഗ് ബോസ് കൊണ്ടുപോയത് ജാസ്മിനും ഗബ്രി അവരുടെ നെഗറ്റിവിറ്റി തന്നെ അല്ലേ. സീസൺ 7 തമിഴിൽ ഇതുപോലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, മായ എന്ന് പറയും. 100 ദിവസം കൊണ്ടുപോയി കണ്ടൻറ്റ്, നെഗറ്റീവ് കണ്ടൻറ്റ് 100 ദിവസം കൊണ്ടുപോയി. വെറുപ്പിക്കലെന്ന് പറഞ്ഞാൽ അങ്ങേരുത് വെറുപ്പിക്കലായിരിക്കും, പക്ഷേ 100 ദിവസം കൊണ്ടുപോയി ടോപ്പ് 3 ആയിട്ടാണ് ഇറങ്ങിയത്, നെഗറ്റീവ് ആണെങ്കിലും. അപ്പോൾ ഈ പറയുന്ന പോലെ ഗബ്രി ഇൻഡിവിജ്വലായിട്ട് നിന്നിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ 100 ദിവസം നിൽക്കുകയായിരുന്നു. ഈ പറയുന്ന ജാസ്മിൻ്റെ കൂടെ നിന്നിട്ട് നെഗറ്റിവിറ്റി ആണെങ്കിൽ ഇത്രയും നിന്നു, അത് വലിയൊരു കാര്യമാണ്. അപ്പം ഇനി ഈ പറയുന്ന പോലെ കളി മാറും, കളിയുടെ ഗതി മാറും, വേറെ ലെവലായിരിക്കും ഇനി വരാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും പറയാൻ പറ്റില്ല, അൺപ്രഡിക്റ്റബിൾ ആണ്. ഇതാണ് ഇന്നത്തെ ദിവസം നടന്നത്. ശരിക്കും ഈ പറഞ്ഞ പോലെ ജാസ്മിൻ്റെ കളി ഇനി എങ്ങോട്ട് പോകും, ഗബ്രി തകർന്ന് അടിഞ്ഞ് വീണിരിക്കുകയാണ്. നോക്കാം, അടുത്ത അപ്ഡേറ്റുകളെ വിശേഷങ്ങളായിട്ട് ഞാൻ വരാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമോഷനാണ് അവരുടെ എവിക്ഷൻ കണ്ടത്. പക്ഷേ അവരുടെ എന്താ പറയുക, ഗെയിമിനൊക്കെ ഞാൻ എതിരാണ്. ഈ പറയുന്നവർ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ തെറ്റാണ്, അതെല്ലാം എതിരാണ്. പക്ഷേ ഈ പറയുന്ന പോലെ എവിക്ഷൻ്റെ സമയത്ത് ഭയങ്കര ഇമോഷണൽ ആവും. ആരായാലും ഞാൻ കണ്ണൊക്കെ ഒരുമാതിരി ആയിപ്പോയി. കാരണം ആര് വിക്റ്റായാലും എനിക്ക് എങ്ങനെയാവും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇമോഷൻ കൂടുമ്പോഴത്തേക്കും നമുക്കും അത് കൂടും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങൾ മസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. എന്താണ് തോന്നുന്നത്? ഒത്തിരി പേർക്ക് സന്തോഷമായി കാണും കേട്ടോ, സന്തോഷമായി കാണും. ഇപ്പോൾ എനിക്കും സന്തോഷമാണ്. ഗബ്രി പോകുമ്പോൾ ജാസ്മിൻ അങ്ങനെ കളിക്കുമെന്ന് കാണാനായിട്ടൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. വെയിറ്റ് ചെയ്യാം, കാണാം, കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് പറയുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബിഗ് ബോസ് ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ FB പേജും ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.